ഇന്ന് നമുക്ക് കപ്പ പുഴുങ്ങിയാലോ. സാധാ കപ്പപ്പുഴുക്കല്ല, കോട്ടയംകാരുടെ കപ്പപ്പുഴുക്ക്. കപ്പ ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുക്കുക. ഒത്തിരി വലിയ കഷ്ണമായിട്ടല്ല, ചെറിയ കഷ്ണമായിട്ട്. എന്നിട്ട് നല്ല വ്യാസമുള്ളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ച് അതിലേക്ക് നമുക്ക് കൊത്തിയരിഞ്ഞ കപ്പ ഇട്ട് കൊടുക്കാം. ഈ കപ്പ ചൂടും വെള്ളം കണ്ടതേ ഉള്ളൂ, അപ്പത്തേയും വെന്ത് പോയ ചില കപ്പകൾ അങ്ങനെയാണ്. ഒന്ന് ചൂടും വെള്ളം കണ്ടാൽ മതി, അപ്പം തന്നെ വെന്ത് പോകും. ചിലത് മണിക്കൂറോളം ഇട്ടാൽ പോലും വേഗത്തും ഇല്ല. നമുക്കിനി കപ്പയിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് കപ്പയ്ക്ക് അരപ്പ് തയ്യാറാക്കാം. കപ്പയ്ക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് ആദ്യം ഒന്ന് മിക്സിയിൽ നല്ല രീതിയിൽ അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും ചെറുള്ളിയും ഒത്തിരി അരഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ആദ്യം പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും അരച്ചെടുക്കുന്നത്. ഇതിൽ പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും അരച്ചെടുക്കുന്നത്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ചെറുള്ളിയും ഇട്ട് കൊടുത്ത് പയ്യൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. തേങ്ങ അരിഞ്ഞു പോകരുത്, പ്രത്യേകം പറയുവാണ്. നമ്മുടെ കപ്പയുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്ത് ഇലകളൊന്ന് മുറിച്ചിട്ട് ഇടുവാണെങ്കിൽ അത്ര നല്ലത്. വലിയ ലീഫൊക്കെ ആണെങ്കിൽ ഒന്ന് മുറിച്ചിട്ടിടണം. ഇനി നമുക്ക് വെള്ളം തോരാൻ വേണ്ടി വറുത്തിട്ടിരിക്കുന്ന കപ്പയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് കപ്പ മുകളിലേക്ക് വരാൻ പാകത്തിന്, അരപ്പ് താഴത്തേക്ക് പോകാൻ പാകത്തിന് കപ്പയിൽ പയ്യെ ഒന്ന് ഒത്തിരി ഉടഞ്ഞു പോകാണ്ട് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് അരപ്പ് വേകാൻ വേണ്ടി മൂടി വയ്ക്കാം. ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, അരപ്പി ചേർത്തക്കണ വെള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അധികം നേരം ഇട്ട് വേവിച്ചുകൊണ്ടിരിക്കരുത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് അരപ്പ് വെന്ത് കഴിയുമ്പോൾ തന്നെ മൂടി മാറ്റി തുടുപ്പ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കപ്പ ഒത്തിരി ഉടഞ്ഞു പോകാണ്ട് അരപ്പ് കപ്പയുടെ എല്ലാ ഭാഗത്തും പിടിക്കാൻ പാകത്തിന് ചില കപ്പകൾ അങ്ങനെ ഉടഞ്ഞു പോകത്തില്ല. ഈ കപ്പ വേഗം ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാണ് ഇളക്കിയെടുത്തത്. കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കപ്പപ്പുഴുക്ക് തിന്നാൻ എല്ലാവരും പോര്.